ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ദഹി വട പറയും. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെ, അതിനെന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പുളി കഴുകിയിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയൊന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ, കാരണം ഇതിന് നല്ല മധുരവും വേണം, പുളിപ്പും വേണം, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ചട്നിയായത്. ഇതിന് മീട്ടി ചട്നി എന്ന് പറയും ഇവിടെ. അപ്പോൾ ദഹിവടേൻ്റെ മേലെ ഇടാനുള്ളതാണ് ഈ ചട്നിയൊക്കെ. ഇത് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും, പക്ഷെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. മീട്ടി ചട്നി എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങാൻ കിട്ടും അത്. അപ്പോൾ പുളിയൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ചധികം തന്നെ വെല്ലം, ഇവിടെ ക്യൂബ്സുള്ള വെല്ലമല്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല, ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ആവശ്യത്തിനുള്ള ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് ചെറിയ തീയിൽ അവിടുന്ന് വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇനി ഹരി ചട്നി ഉണ്ടാക്കണം, പറഞ്ഞാൽ ഗ്രീൻ ചട്നി. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. കുറച്ചധികം മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലന്ന് പുതിനയില ഉണ്ടായിരുന്നില്ല. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഒന്നിക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കണം, പുളിപ്പിന് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയൊരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പുറത്തെ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊണ്ടുത്തന്നതിന്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്ത് പുളിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളക്, പിന്നെ റോസ്റ്റ് ചെയ്തെടുത്ത നമ്മുടെ നിലക്കടല, പിന്നെ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ അരച്ചെടുക്കുക. ഇത്ര കട്ടി വേണ്ട ചട്നിക്ക്. ഇനി അതിൽ ഞാൻ കുറച്ച് ഇത്തിരി പൊടി വെള്ളം മിക്സറിലൊന്ന് ഇതാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ലൂസാക്കി എടുക്കും. അപ്പോൾ ഗ്രീൻ ചട്നിയും ഇവിടെ ഹരി ചട്നിയും റെഡിയായി. അപ്പോൾ അതുമായി അവിടെ മീട്ടി ചട്നിയും ആവുന്നുണ്ട്. ഇനി ഉഴുന്നുണ്ടായിരുന്നു പൊതിർത്തി വെച്ചിട്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു 5:30-6 മണിക്ക് അത് പൊതിർത്തി വെച്ചതേന്. അപ്പോൾ ഇനി അത് അരച്ചെടുക്കണം. ചട്നി രണ്ടും റെഡി. ഇനി നമ്മുടെ പുളിൻ്റെ ചട്നി ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് അതിൻ്റെ എന്താ പറയണ്ട, കട്ടിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ വരണം. സ്പൂൺ കൊണ്ടോ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ടോ ഒരു അരിപ്പയിൽ നിന്ന് ഇങ്ങനെ അരിച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഞാൻ ഉഴുന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ എല്ലാം അരച്ചെടുത്ത് അധികം വെള്ളമില്ലാണ്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ ഇങ്ക് എന്താ സാമ്പാറിലിടുന്ന ആ ഒരു സാധനമില്ലേ, അതും ഇതിന് പറയുക കായപ്പൊടിയും ഉപ്പും, അത് 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം, കൈ കൊണ്ട് നല്ല ശക്തിയിൽ ചെയ്യണം. ബാറ്റർ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇത് ഇങ്ങനെ പറയൂലേ, വെള്ളത്തിലിട്ട് നോക്കുക, എന്നിട്ട് വെള്ളത്തിൽ നിന്ന് അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ റെഡിയായി, കറക്റ്റായി. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതവിടെ കുറച്ച് സമയം വെക്കണം. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഞാനൊരു 20 മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അരിപ്പയിൽ, ഇങ്ങനെ വണ്ണുള്ള ഹോൾസുള്ള അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചെടുക്കണം. കാരണം ഇങ്ങനെ കട്ടിയിൽ കിട്ടണം പുളീൻ്റെത്. അപ്പോൾ നമ്മുടെ മീട്ടി ചട്നിയും ഹരി ചട്നിയും ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ദഹി വടക്ക് വടയില്ലേ, അത് പൊരിച്ചെടുക്കുക എണ്ണയിലിട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ അത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളഞ്ഞ് ചൂട്, നമ്മൾ കൈയിടാൻ പറ്റുന്നത്ര ചൂട് വെള്ളം ആക്കിയെടുക്കുക. അതിൽ കുറച്ച് അതിൻ്റെ പേര് കൂടെ മറന്നു പോകുന്നു, കായപ്പൊടിയും ഒരു ഇത്തിരി പൊടി ഉപ്പും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേണ്ടുന്നത് തൈരിൻ്റെ, നമ്മളെ ലസ്സിയാക്കുന്ന പോലെ വെള്ളം ഇടാതെ തൈരും പഞ്ചസാരയും, അതിലും ഒരു ഇത്തിരി പൊടി ഞാൻ ബാലൻസിൽ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് അതും ഒന്ന് മാറ്റി വെക്കണം. ഈ 3 സാധനം മസ്റ്റായിട്ട് ദഹി വടയിൽ വേണം. ദഹി വട എന്ന് പറയുന്നത് പിന്നെ ദഹി അറിയാമല്ലോ, ദഹി എന്ന് പറയുന്നത് തൈര്. അപ്പോൾ 1 കിലോ തൈരാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. പിന്നെ
പറ്റിയില്ല, സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് അരക്കിലും തൈര് വാങ്ങി അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വടയിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടേ ഞാൻ പിന്നെ വട എണ്ണയിലോട്ട് ഇടുള്ളൂ. കാരണം പിന്നെ ഇതാക്കി വെച്ചിട്ട് അതിന് പോകാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ കണ്ട എണ്ണയിൽ ഇടുമ്പോഴേക്കും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ജീരകം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് എത്ര നിങ്ങൾ എണ്ണയിൽ ഇടാൻ പറ്റുമോ അത്ര ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഉള്ളും പുറവും എല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്ത ജീരകമാണ്. അത് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സിയിലൊന്നും പൊടിക്കണ്ടില്ല. നമ്മളെ കൽബത്ത് ഉണ്ടാവില്ലേ ഇത് എന്താ നമ്മുടെ ഇങ്ങനെ കുത്തുന്ന അതിനെന്താ പറയുക, കുത്തുന്ന ഒരു സാധനമില്ലേ നമ്മൾ ഇഞ്ചിയെല്ലാം ഇങ്ങനെ കുത്തിയെടുക്കുന്ന, അതിലിട്ടിട്ടൊന്ന് കുത്തിയെടുത്താലും മതി. എല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലിട്ടിട്ടൊന്ന് ഗ്ലാസ്സോട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി, വേഗമാവും. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതല്ലേ. അപ്പോൾ അത്രയൊക്കെ സാധനം വേണം. ദൈവം ഉണ്ടാക്കണം കംപ്ലീറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആ തൈര് മിക്സാക്കിയതും കുറച്ച് ചട്നി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടും ആക്കുക. എനിക്ക് പിന്നെ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിലാക്കണം. ഇങ്ങനെ പകുതി ആക്കൂല ഞാൻ ഒരിക്കലും. എന്താക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആക്കണം. എനിക്ക് എല്ലാം ഉണ്ടാവണം അതിൽ. അപ്പോൾ ഈ വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കും. ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കും. കാരണം അത് അപ്പോൾ ആ വെള്ളത്തിലിട്ട് കൊടുക്കും. അത് കുറച്ച് സമയം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ അതിൽ തന്നെ ആ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് വെക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ കഴിക്കാൻ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഈ തൈരിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം മിക്സ് ആക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എൻ്റെ മോക്കും എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമില്ല ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അവർക്ക് ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് വേണ്ടത്. എനിക്കും എൻ്റെ മോനിക്കും അങ്ങനെ ഇഷ്ടമാണ്. ഇവിടെ അങ്ങനെ പലവിധ എന്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പലവിധ ഒരു രീതിയിൽ പോവില്ല. അപ്പോൾ അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചൊരു പാത്രത്തിലോട്ടില്ലേ ഒരു നമ്മളെ പ്ലേറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ ഗ്രീൻ ചട്നിയും ഈ മീട്ടി ചട്നിയും എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ജീര പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഷേവ്, നമ്മളെ നാട്ടിൽ എന്തേലും ഇതിന് പറയുക ഇതറിയില്ലേ, ഈ സാധനം ഇട്ട് കൊടുക്കുക. എന്തേനും ഇതിനെന്തോ പറയുമായിരുന്നു, മിച്ചർ ഓമപ്പൊടി പറയും നമ്മളെ നാട്ടിലെ. എൻ്റെ വല്യമ്മയെല്ലാം അങ്ങനെയാണ് പറയുക, ഉമ്മാമ്മയെല്ലാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദഹിവട റെഡിയായി. അപ്പോൾ താങ്ക് യു.